ഇന്ന് നമ്മൾ പ്ലാവിൻ്റെ ഇല കൊണ്ട് മൂട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മൂടയെന്ന് പറയൂ, കൊട്ടികയെന്ന് പറയൂ. നമ്മൾ കൊട്ടികയെന്ന് പറയുന്നത് ഇതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വിനായക ചതുർത്ഥിയാണ്, വിശേഷ ദിനമാണ്. എല്ലാവർക്കും അറിയാം, ഗണപതി ക്ഷേത്രത്തിലെല്ലാം നാളെ വലിയ ആഘോഷങ്ങളാണ്. കാസർഗോഡ് മധൂർ ഗണപതി ക്ഷേത്രം, അവിടെ എല്ലാം രാവിലെ മുതൽ നല്ല തിരക്കായിരിക്കും നാളെ. അങ്ങനെ നാളെ ഈ ചതുർത്ഥിയിലൊക്കെ നമ്മൾ ഇന്ന് രാത്രി, തലേന്ന് രാത്രി നമ്മൾ ചക്കര ഇല കുറേ പറിച്ചിട്ടുണ്ട്. കണ്ടോളൂ, ഇതിലൊരു അപ്പം ഉണ്ടാക്കും. ഒരു 4 ഇല കൊണ്ട് ഒരു അപ്പം ഉണ്ടാക്കുന്നതാണ്. നമുക്ക് എങ്ങനെ ഇതിലെ കാണിക്കാം. ഇല നോക്കൂ, ഇത് നമ്മൾ നേരത്തെ ഉച്ചക്കന്നെ പറിച്ച് വെച്ചതാണ് ഇല. അത് പറിച്ച് വെച്ച് കുറച്ച് വെയിൽ കൊള്ളാൻ വെച്ചു, വാടാൻ വെച്ചു. നമ്മൾ ഇരിക്കൽ കൊണ്ടാകുന്നുണ്ടായിരുന്നു, കുത്തി സൈഡിൽ കുത്തി ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 4 ഇല വേണം. ഇനി 4 ഇല കൊണ്ട് ഒരു കൂട് പോലെ ഉണ്ടാക്കും. കൂട്ടുകാർ ഇങ്ങനെ 4 ഇല ഇങ്ങനെ വെക്കണം. ഇതാ അത് അപ്പം ഉണ്ടാക്കാൻ. ഇത് ചക്കര ഇലയാണ്. ആദ്യം ഞാൻ ഒരു അപ്പം ഉണ്ടാക്കാൻ 4 ഇല വേണം. 4 ഇല എടുത്തു. ഇപ്പം ഞാൻ ഇങ്ങനെ പിടിക്കാം. 2 ഇലയായി. ഇത് 3-ാമത്തെ ഇല, 4-ാമത്തെ ഇല. ഈ 4 ഇല ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെക്കണം. പിന്നെ നമ്മൾ കുറേ ഇരിക്കൽ കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര ചെറുത് കഷ്ണാക്കിയാൽ മതി. ഈ ഇരിക്കൽ കൊണ്ട് ഇങ്ങനെ കുത്തണം. ഇതാ ഇപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് എങ്ങനെയെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇത് അടിഭാഗത്തെ ഇലേനെ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ മടക്കണം. പിന്നെ ഇവിടെ ഈർക്കൽ കൊണ്ട് കുത്തണം. ഒരു ഈർക്കലെടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ കുത്തണം. കുത്തുന്ന ഇതിലുണ്ട് കുട്ടിക്കാരെ നോക്കിക്കൊള്ളു. ഇവിടെ ഈ മൂല ശരിക്കും കുറച്ച് മേലെ പോയാൽ, ഇല്ലെങ്കിൽ നമ്മുടെ ഇട്ട മാവ് ഇതിലേക്ക് കുടി വരും. മാവ് വരും. ഇവിടെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത് കുറച്ച് വലിയ ഇലയാണെങ്കിൽ ഇവിടെ കുത്തി കൊടുക്കാം. ഇത് കുറച്ച് ചെറുതിപ്പോ ഈ സൈഡ് ഇങ്ങനെ മേലെ ഇങ്ങനെ മടക്കാം. പിന്നെ ഇങ്ങനെ മേലോട്ട് മടക്കിയിട്ട് ഇതാ ഇപ്പോൾ ഒരു ഷേപ്പായില്ലേ. ഇവിടെ ഈർക്കൽ കൊണ്ട് കുത്താം. ഈർക്കലെല്ലാം ഇങ്ങനെ ചെറുതാക്കിയിട്ട് റെഡിയാക്കി വെക്കണം. പിന്നെ ഇതാ ഇങ്ങനെ കുത്തി കൊടുക്കാം. ഈ സൈഡും അങ്ങനെ തന്നെ ഇങ്ങനെ മേലോട്ടും ആക്കാം. പിന്നെ ഇതാ ഇങ്ങനെ ആക്കിയിട്ട് ഇടാക്കിയിട്ടില്ല, അങ്ങനെ ഇതുപോലെ ഇടാക്കിയിട്ട് കുത്തി കൊടുക്കാം. അടിയിലത്തെ ഭാഗം ഇങ്ങനെ മേലോട്ട് മടക്കണം. പിന്നെ ഇതാ ഇവിടെ കുത്തി കൊടുക്കണം. ഇപ്പോൾ നോക്കിക്കോളൂ, എല്ലാ സൈഡും ഇങ്ങനെ കുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മൂല ശരിക്കാവണം, അല്ലെങ്കിൽ മാവ് ഇടയിൽ കൂടി വീഴും. ഇങ്ങനെ ആയിക്കോട്ടെ. കാരണം ഇത് ഇത്ര സൈസ് കുറച്ച് ചെറുതാണ് ഇലയുടെ. വലുതാണെങ്കിൽ നമ്മൾ 2 സൈഡ് ഇങ്ങനെ കുത്തി കൊടുക്കണം. ഇത് ഇങ്ങനെ ഷേപ്പായില്ലേ. അപ്പം ഇനി നമ്മൾ നാളെ രാവിലെ മാവ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അത് നമുക്ക് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ നോക്കാം, നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇങ്ങനെ കാണാം ഹോൾസ്. ഇതിപ്പോൾ ശരിയുണ്ട്. ഇത്ര കുത്തി വെച്ചിട്ടുണ്ട്. 45 ഉണ്ട് ചെറുതും വലുതായിട്ട്. നമ്മൾ അരച്ചു വെച്ച മാവിനെ കണക്കാവും ഇത്. ഇതിന് വേണ്ടിയിട്ടുള്ള മാവെല്ലാം ഞാൻ നേരത്തെ അരച്ച് വെച്ചിന്. ഇഡലി മാവ് പോലെ തന്നെ കുറച്ച് തരിയായിട്ട് അരക്കണം. എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ 2 ഗ്ലാസ് റേഷൻ അരി എടുത്തിട്ടുണ്ട്. റേഷനിൽ കിട്ടുന്ന വെള്ള അരി. പിന്നെ 3 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ദോശയെല്ലാം ഉണ്ടാക്കുന്നില്ലേ, ആ പച്ചരി 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 5 ഗ്ലാസ് അരി ഇട്ടു. 5 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് ഉഴുന്നിട്ടു, ഉഴുന്ന് പരിപ്പ്. ഇത് ഞാൻ രാവിലെ ഒരു 10 മണിക്ക് കുതിരാൻ ഇടുന്നത്. വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ അരച്ചിട്ടെടുത്താൽ മതി. ഇതാ 6 മണിയാകുമ്പോൾ അരിയും ഉഴുന്നെല്ലാം കുതിർന്ന് കിട്ടും നല്ലോണം. ഇതിപ്പോൾ ഗ്രൈൻഡറിലിട്ടിട്ട് ഞാൻ അരയ്ക്കുന്നുണ്ട്. ഉഴുന്ന് കുറച്ച് നൈസായിട്ട് അരക്കണം, അരി കുറച്ച് തരിയായിട്ട് അരച്ചെടുക്കണം. ഇതാ ഇങ്ങനെ അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്, 2 മിക്സ് ആക്കിയിട്ട്. ഇത് ഇഡലി മാവിനേക്കാൾ കുറച്ച് കട്ടിക്ക് തന്നെ മാവ് അരച്ചെടുക്കണം.
ഈ മൂടയെല്ലാം ഉണ്ടാക്കുമ്പോൾ അല്ലേ കുറച്ച് അരി അധികം ഇടും നമ്മൾ. അങ്ങനെ ഒരു പാത്രത്തിൽ പിടിച്ചിട്ടില്ലാന്ന് മറ്റൊരു ചെറിയ പാത്രത്തിൽ ഇട്ട് വെച്ചത്. അപ്പോൾ ഇപ്പോൾ മാവെല്ലാം അരച്ചിട്ട് റെഡിയായി. ഇനി നാളെ രാവിലെ കാണാം. ഇതിപ്പോൾ പിറ്റേന്ന് രാവിലെ ഇതാ മാവെല്ലാം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതായി തുണിക്കെല്ലാം പറ്റി പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ തുണി കെട്ടി വെക്കുന്നത്, ഇത് കുറച്ച് മഴയെല്ലാം ഉണ്ടായി, തണുപ്പെല്ലാം, അതുകൊണ്ട് ഇങ്ങനെ തുണി മൂടിയിട്ട് വെച്ചത്. ഇതാ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും. ഈനൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഈന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഞാൻ ഇന്നലെ ഇട്ട് വെച്ചത്. പിന്നെ ഇനി സോഡപ്പൊടിയൊന്നും ഇടാനില്ല, വെറും അരിയും ഇന്നും കടഞ്ഞിട്ടുണ്ടാക്കുന്നത്. സോഡപ്പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഈ മാവ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ആ കൊട്ടയ്ക്കുള്ളിൽ ഇടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതാ ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് വേണമെങ്കിൽ കട്ടാക്കിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇത് ഇട്ടിട്ട് അവിടെ അപ്പന്നെ കൊണ്ടുപോയിട്ട് വെക്കണം, ഇല്ലെങ്കിൽ ഇടെല്ലാം ചോരും, മാവെല്ലാം പുറത്ത് വരും. ഒഴിച്ച് കൊടുക്കാം. ഗ്ലാസ്സിൽ ഇട്ട് വെച്ചതിന് ഒഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. അധികം ഇട്ട് കൊടുക്കണ്ട, ഒരു അരഭാഗം ഇട്ട് കൊടുത്താൽ മതി. ഇത് കുറച്ച് വലിയ കൊട്ട, കുറച്ചധികം പൊടിക്കും മാവ്. വെള്ളം ചൂടായിട്ടുണ്ട്, നമുക്കിത് വെച്ചിട്ട് വരാം. ഇതാ ചോർന്നിട്ടില്ല, ലീക്കൊന്നും ആയിട്ടില്ല. ഇതൊരു ട്രഡീഷണൽ റെസിപ്പി, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ചിലവർക്ക്. മൂടി കൊടുക്കാം, വേവിട്ട്. ഇതിപ്പോൾ അരമണിക്കൂറായി. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല ഇലര മണ വരുന്നുണ്ട്. ആഹാ, ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഓരോന്നായിട്ട് എടുക്കാം. ഇത് കഴിക്കുമ്പോൾ ഇല്ലേ നല്ലൊരു ഇലര ഫ്ലേവർ ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. ഇതാ നല്ല വെന്തിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മുളപ്പിച്ച ചെറുപയർ കറി വെച്ചിട്ടുണ്ട്. ചെറുപയറും പിന്നെ ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തിന്നാൻ പിള്ളേർക്കെല്ലാം ഇഷ്ടം. ഇങ്ങനെ ഇരിക്കലെല്ലാം എടുത്തിട്ട് ഇലയിൽ നിന്ന് എടുത്തിട്ട് കഴിക്കാൻ ഇഷ്ടം. ആ ഇലയുടെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും, മണം. എന്താ നല്ല വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തിട്ട് സപ്പോർട്ടാക്കൂ. ബൈ.